ശ്രീ ശങ്കരാചാര്യ വിരചിതം ശിവാനന്ദലഹരി അർത്ഥസഹിതം പഠിക്കാം. വന്ദനശ്ലോകം. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ശിവാനന്ദലഹരിയിലെ 6ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത്. അതിനു മുൻപ് മലയാള ഭാഷയിലെ വിഭക്തി പ്രത്യയങ്ങളുടെ കാരിക വായിക്കാം. എല്ലാ ശ്ലോകങ്ങൾക്ക് മുൻപിലും ഈ കാരിക എന്തിനാ വായിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ കാരിക ഹൃദിസ്ഥമാക്കി കഴിഞ്ഞാൽ ഏകദേശം 50% സംസ്കൃത പദങ്ങളുടെ അർത്ഥവും നമ്മൾക്ക് പെട്ടെന്ന് മലയാളത്തിലേക്ക് തർജിമ ചെയ്തെടുക്കുവാൻ സാധിക്കും എന്നതാണ്. കാരിക. അതെന്നു പ്രഥമയ്ക്കർത്ഥം, ദ്വിതീയയ്ക്കതിനെ പുനഃ ചൊല്ലേണം അതിനോടെന്നും ദ്വിതീയയ്ക്കർത്ഥമായി വരും. തൃതീയ ഹേതുവായിക്കൊണ്ടാലോടൂടെ ഇതിക്രമാത് ആയിക്കൊണ്ട് ചതുർദ്ധീച സർവത്ര പരികീർത്തിത. അതിങ്കൽ നിന്നും അതിനേക്കാൾ ഹേതുവായിട്ടു പഞ്ചമി ഇക്കുമിന്നുമുടെ ഷഷ്ടിക്കതിൻ്റെ വച്ചും എന്നപി അതിങ്കൽ അതിൽ വച്ചെന്നും വിഷയം സപ്തമി മത. ബാല എന്നൊരു മൂലശബ്ദം നമ്മളെടുത്തു. അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വിഭക്തി പ്രത്യയങ്ങൾ ചേർത്ത് കഴിയുമ്പോൾ അതിന് അർത്ഥം വരുന്നു, പദമാകുന്നു. ആ പദങ്ങൾ നമ്മൾക്ക് വാക്യത്തിൽ പ്രയോഗിക്കുവാൻ സാധിക്കും. ബാലൻ പ്രഥമ, ബാലനെ ബാലനോട് ദ്വിതീയ, ബാലനെ കൊണ്ട് ബാലനാൽ ബാലനിലൂടെ തൃതീയ, ബാലനായിക്കൊണ്ട് ചതുർത്ഥി, ബാലനിൽ നിന്നും ബാലനേക്കാൾ പഞ്ചമി, ബാലനുടെ ബാലൻ്റെ ബാലനെ വച്ച് ഷഷ്ടി, ബാലനിൽ വച്ച് സപ്തമി. ഇതേ ബാല എന്ന ശബ്ദത്തിന് സംസ്കൃത ഭാഷയിൽ എങ്ങനെയാണ് രൂപം എന്ന് നമ്മൾക്ക് നോക്കാം. മലയാള ഭാഷയിലെ വിഭക്തി പ്രത്യയങ്ങളെ പോലെ തന്നെ സംസ്കൃത ഭാഷയിലും വിഭക്തി പ്രത്യയങ്ങളുണ്ട്. പാണിനി മഹർഷിയുടെ സംസ്കൃത ഭാഷാ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായിയിലെ ആ വിഭക്തി പ്രത്യയങ്ങൾ ഒരു സൂത്രരൂപത്തിൽ കൊടുത്തിരിക്കുന്നു. അതാണ് ആ മുകളിൽ നീല നിറത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി ശിവാനന്ദലഹരി ശ്ലോകം 5 പഠിച്ച സമയത്ത് പരാമർശിക്കുകയുണ്ടായി. വീണ്ടും പറയുന്നില്ല. ഈ പ്രത്യയങ്ങളെ സുപ്പ് പ്രത്യയങ്ങൾ എന്ന് പറയുന്നു. കാരണം തുടങ്ങുന്നത് സു, അവസാനിക്കുന്നത് പ്, അതിനാൽ സുപ്പ് പ്രത്യയങ്ങൾ എന്ന് പറയുന്നു. ഈ സുപ്പ് പ്രത്യയങ്ങൾ ശബ്ദങ്ങളോട് ചേർത്ത് കിട്ടുന്ന പദങ്ങളെ സുബന്ധങ്ങൾ എന്ന് പറയുന്നു. സുപ്പ് അന്തമായിട്ടുള്ള പദങ്ങൾ അഥവാ നാമപദങ്ങൾ. അകാരാന്ത പുല്ലിംഗ ബാല ശബ്ദം നമ്മൾ ശ്ലോകം 5 പഠിച്ച സമയത്ത് പരാമർശിക്കുകയുണ്ടായി. എല്ലാ അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾക്കും ഇതേ രൂപം തന്നെയായിരിക്കും ഉണ്ടാവുക. ദേവ എന്നൊരു ശബ്ദം നമ്മൾ എടുത്താലും ദേവഹ, ദേവൗ, ദേവാഹ, അങ്ങനെ ഈ ബാല എന്ന ശബ്ദത്തിന് എന്തു രൂപമാണോ ഉള്ളത് അതേപോലെ ഉള്ള രൂപങ്ങളായിരിക്കും എല്ലാ അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾക്കും ഉണ്ടാവുക. അടുത്തത് കവി. അതൊരു ഇകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. കവി എന്നത് ക എന്ന വ്യഞ്ജനവർണവും ആ എന്ന സ്വരവർണവും കൂടെ ചേരുമ്പോൾ ക എന്ന അക്ഷരമാകുന്നു. അതേപോലെ വ് എന്ന വ്യഞ്ജനവർണവും ഇ എന്ന സ്വരവർണവും കൂടെ ചേരുമ്പോൾ വി എന്ന അക്ഷരമാകുന്നു. ഈ കവി എന്നത് ഇകാരത്തിൽ അവസാനിക്കുന്നു. അതിനാലാണ് ഇതിനെ ഇകാരാന്ത പുല്ലിംഗ കവി ശബ്ദം എന്ന് പറയുന്നത്. ഈ കവി ശബ്ദത്തിനോട് ഈ പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന രൂപമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കവി, കവി, കവയഃ, കവീം, കവി, കവീൻ, കവിന, കവിഭ്യ, കവിഭിഃ, കവയേ, കവിഭ്യാം, കവിഭ്യഃ, കവേഃ, കവിഭ്യാം, കവിഭ്യഃ, കവേഃ, കവ്യോഃ, കവീനാം, കവൗ, കവ്യോഃ, കവിഷു. സംബോധനയാണെങ്കിൽ ഹേ കവേ, ഹേ കവി, ഹേ കവേഃ. ഇത് കവി, കവീം, കവിന, കവേ, കവേഹേ, കവേഹേ, കവൗ, ഹേ കവേ, ഇങ്ങനെ താഴോട്ട് പഠിക്കുന്നതായിരിക്കും ഓർത്തിരിക്കാൻ എളുപ്പം എന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്.
ദ്വിതീയ നമ്മൾ കവി കവി കവിഭ്യാം 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 കവ്യോഹോ കവ്യോഹോ ഏ കവി, അങ്ങനെ ഒരു സംഗീത രൂപത്തിൽ നമ്മൾ പഠിച്ചാൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കവയഃ കവീൻ കവിഭി കവിഭ്യഃ കവിഭ്യഃ കവീനാം കവിഷു ഹേ കവയഃ. ഇനിയും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന മലയാള ഭാഷയിൽ ആര്, ആരെ, ആരാൽ, ആർക്കു വേണ്ടി, കിമർത്ഥം എന്നും ചോദിക്കാം. ആർക്കു വേണ്ടി അതൊരു അവ്യയമാണ്. അതേപോലെ ആരിൽ നിന്ന്, കുതഹ എന്ന് ചോദിക്കാം. ആരുടെ, ആരിൽ, എവിടെ, എപ്പോൾ, കഥ, കുത്ര, അതിനെല്ലാം സംസ്കൃതത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ശ്ലോകം 5 നമ്മളത് വിശദമായി പരാമർശിക്കുകയുണ്ടായി, വീണ്ടും ആവർത്തിക്കുന്നില്ല. ശിവാനന്ദലഹരിയിലെ 6ാമത്തെ ശ്ലോകം. ഘടോ വാ മൃത്പിണ്ഡോപ്യണുരപി ച ധൂമോഗ്നിരചലഃ പടോ വാ തന്തുർവാ പരിഹരതി കിംഘോരശമനം വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസാ തർക്കവചസാ പദാംഭോജം ശംഭോർഭജ പരമസൗഖ്യം വ്രജസുധീഃ. പദച്ഛേദഃ. ഘടഃ വാ മൃത്പിണ്ഡഃ അപി അണുഃ അപി ച ധൂമഃ അഗ്നിഃ അചലഃ പടഃ വാ തന്തുഃ വാ പരിഹരതി കിം ഘോരശമനം വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസ തർക്കവചസ പദാംഭോജം ശംഭോഃ ഭജ പരമസൗഖ്യം വ്രജസുധീഃ. വാക്യവിശ്ലേഷണം. ക്രിയാപദങ്ങൾ 4 പദങ്ങൾ ഉണ്ട്. പരിഹരതി, വഹസി, ഭജ, വ്രജ. സംബോധന ഹേ സുധീ. നാമപദങ്ങൾ. ഘടഃ അത് അകാരാന്ത പുല്ലിംഗ ഘട പ്രഥമ ഏകവചനം. മൃത്പിണ്ഡഃ അകാരാന്ത പുല്ലിംഗ മൃത്പിണ്ഡ പ്രഥമ ഏകവചനം, ഇതൊരു സമസ്ത പദമാണ്. അണുഃ ഉകാരാന്ത പുല്ലിംഗ അണു പ്രഥമ ഏകവചനം. ധൂമഃ അകാരാന്ത പുല്ലിംഗ ധൂമ പ്രഥമ ഏകവചനം. അഗ്നിഃ ഇകാരാന്ത പുല്ലിംഗ അഗ്നി പ്രഥമ ഏകവചനം. അചലഃ അകാരാന്ത പുല്ലിംഗ അചല പ്രഥമ ഏകവചനം. പടഃ അകാരാന്ത പുല്ലിംഗ പട പ്രഥമ ഏകവചനം. തന്തുഃ ഉകാരാന്ത പുല്ലിംഗ തന്തു പ്രഥമ ഏകവചനം. തർക്കവചസ സകാരാന്ത നപുംസകലിംഗ വചസ് എന്ന ശബ്ദത്തിൻ്റെ തൃതീയ ഏകവചനം, അതും സമസ്ത പദമാണ്. ഘോരശമനം അകാരാന്ത പുല്ലിംഗ ശമന ദ്വിതീയ ഏകവചനം, ഇതും ഒരു സമസ്ത പദമാണ്. കണ്ഠക്ഷോഭം അകാരാന്ത പുല്ലിംഗ ക്ഷോഭ ശബ്ദത്തിൻ്റെ ദ്വിതീയ ഏകവചനം, അതും സമസ്ത പദമാണ്. ശംഭോഃ ഉകാരാന്ത പുല്ലിംഗ ശംഭു എന്ന ശബ്ദത്തിൻ്റെ ഷഷ്ടി ഏകവചനം. പദാംഭോജം അകാരാന്ത നപുംസകലിംഗ ഭോജ എന്ന ശബ്ദത്തിൻ്റെ ദ്വിതീയ ഏകവചനം. പരമസൗഖ്യം അകാരാന്ത നപുംസകലിംഗ സൗഖ്യ ശബ്ദത്തിൻ്റെ ദ്വിതീയ ഏകവചനം. അവ്യയങ്ങൾ വാ, അപി, ച, കിം, വൃഥ, തരസ. ഇനിയും ശ്ലോകത്തിലെ ഓരോ പദങ്ങളെയും ക്രിയാപദങ്ങളോട് അന്വയിപ്പിക്കാവുന്നതാണ്. ആദ്യത്തെ ക്രിയാപദം എടുക്കാം. കിം പരിഹരതി, എങ്ങനെ പരിഹരിക്കും. കിം എന്നത് ഒരു അവ്യയമാണ്, എന്നിരുന്നാലും ഇവിടെ അതിനെ നമ്മൾക്ക് ഒരു ക്രിയാവിശേഷണമായി എടുക്കാം. കിം പരിഹരതി, എങ്ങനെ പരിഹരിക്കും. ഏതിനെ എങ്ങനെ പരിഹരിക്കും? ഘോരശമനം, ഘോരമായ സംസാര ദുഃഖത്തിനെ. ഏതിനെ എന്ന് ചോദിക്കാൻ കാരണം ഘോരശമനം എന്നത് ഒരു
ദ്വിതീയ വിഭക്തിയിൽ ഉള്ള പദമായതിനാലാണ്. എന്താൽ പരിഹരിക്കും? തർക്കവചസ, തർക്കശാസ്ത്ര വചസ്സുകളാൽ. എന്താൽ എന്ന് ചോദിക്കാൻ കാരണം തർക്കവചസ എന്നത് ഒരു തൃതീയ വിഭക്തിയിലുള്ള പദമായതിനാലാണ്. ഇനിയും ശങ്കരാചാര്യർ ഈ തർക്കശാസ്ത്ര വചസ്സുകളാൽ എന്തെല്ലാമാണ് എന്ന് പറയുന്നു. ഘടഃ വ കുടമോ, മൃത്പിണ്ഡഃ അപി മൺകട്ടയോ, അണുഹു അപി ച പരമാണുവോ, ധൂമഃ അഗ്നിഃ പുകയോ തീയോ, അചലഃ പർവ്വതമോ, പടഃ വ തന്തുഃ വ വസ്ത്രമോ അതോ നൂലോ എന്നിങ്ങനെയുള്ള തർക്കശാസ്ത്ര വചസ്സുകളാൽ ഘോരമായ സംസാര ദുഃഖത്തിനെ എങ്ങനെ പരിഹരിക്കും എന്ന് ശങ്കരാചാര്യർ ചോദിക്കുന്നു. ശങ്കരാചാര്യരുടെ മാർഗം ഭക്തിയാണ്. അദ്ദേഹത്തിന് ഈ തർക്കശാസ്ത്രം അതേപോലൊക്കെ ന്യായം ഒന്നും അദ്ദേഹത്തിൻ്റെ മാർഗമല്ല. അതിനാൽ അദ്ദേഹം ചോദിക്കുന്നു, ഈ തർക്കശാസ്ത്ര വചസ്സുകളാൽ നമ്മളുടെ സംസാര ദുഃഖത്തിന് പരിഹാരമാകുമോ? അടുത്ത ക്രിയാപദം വഹസി. ഇത് ഒരു മധ്യമപുരുഷ ഏകവചന ക്രിയാപദമാണ്. അതുകൊണ്ട് തന്നെ ത്വം നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ത്വം വഹസി, നീ വഹിക്കുന്നു. നീ ഏതിനെ വഹിക്കുന്നു? വൃഥാ കണ്ഠക്ഷോഭം, നീ വെറുതെ കണ്ഠക്ഷോഭത്തെ വഹിക്കുന്നു. ഏതിനെ എന്ന് ചോദിക്കാൻ കാരണം കണ്ഠക്ഷോഭം എന്നത് ഒരു ദ്വിതീയ വിഭക്തിയിലുള്ള പദം ആയതിനാലാണ്. ഹേ സുധീ, അല്ലയോ സദ്ബുദ്ധി. അടുത്ത ക്രിയാപദം ഭജ. അതും മധ്യമപുരുഷ ഏകവചന ക്രിയാപദമാണ്. ത്വം നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. തരസ അവ്യയമാണ്. അർത്ഥം വേഗം തന്നെ. തരസ ത്വം ഭജ, വേഗം തന്നെ നീ ഭജിച്ചാലും. ഏതിനെ ഭജിച്ചാലും? പദാംഭോജം, പാദപദ്മങ്ങളെ. ഏതിനെ എന്ന് ചോദിക്കാൻ കാരണം പദാംഭോജം ദ്വിതീയ വിഭക്തിയിലുള്ള ഒരു പദം ആയതിനാലാണ്. ആരുടെ പാദപദ്മങ്ങളെ? ശംഭോഹോ, ശംഭുവിൻ്റെ. ആരുടെ എന്ന് ചോദിക്കാൻ കാരണം ശംഭോഹോ എന്നത് ഷഷ്ടി ഏകവചന പദമായതിനാലാണ്. അടുത്ത ക്രിയാപദം വ്രജ. അതും മധ്യമപുരുഷ ഏകവചന ക്രിയാപദമാണ്. ത്വം നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നീ പ്രാപിച്ചാലും. ഏതിനെ പ്രാപിച്ചാലും? പരമസൗഖ്യം, പരമസൗഖ്യത്തെ നീ പ്രാപിച്ചാലും. അടുത്തത് അന്വയരചനയാണ്. ശ്ലോകത്തിൽ 4 ക്രിയാപദങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 4 വാചകങ്ങൾ ഉണ്ടാകും. ഓരോ വാചകത്തിലും ഒരു ക്രിയാപദം. നോക്കാം. ഘടഃ വ മൃത്പിണ്ഡഃ അപി അണുഃ അപി ച ധൂമഃ അഗ്നിഃ അചലഃ പടഃ വ തന്തുഃ വ തർക്കവചസ ഘോരശമനം കിം പരിഹരതി. ത്വം വൃഥാ കണ്ഠക്ഷോഭം വഹസി. ഹേ സുധീ, ത്വം തരസാ ശംഭോഃ പദാംഭോജം ഭജ. ത്വം പരമസൗഖ്യം വ്രജ. അപ്പോൾ നമ്മുടെ ശ്ലോകം ഒരു ഗദ്യരൂപത്തിലായി. 4 വാചകങ്ങളും ഓരോ വാചകത്തിലും ഒരു ക്രിയാപദവും. ഇനിയും ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം എളുപ്പമായി. കുടമോ മൺകട്ടയോ, പരമാണുവോ പുകയോ തീയോ പർവ്വതമോ, വസ്ത്രമോ അതോ നൂലോ എന്നിങ്ങനെയുള്ള തർക്കശാസ്ത്ര വചസ്സുകളാൽ ഘോരമായ സംസാര ദുഃഖത്തിനെ എങ്ങനെ പരിഹരിക്കും? നീ വെറുതെ കണ്ഠക്ഷോഭത്തെ വഹിക്കുന്നു. അല്ലയോ സദ്ബുദ്ധി, വേഗം തന്നെ നീ ശംഭുവിൻ്റെ പാദപദ്മങ്ങളെ ഭജിച്ചാലും നീ പരമസൗഖ്യത്തെ പ്രാപിച്ചാലും. ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ സാരാർത്ഥം എന്താണെന്ന് വെച്ചാൽ, തർക്കശാസ്ത്രത്തിലെ പ്രസിദ്ധങ്ങളായ പദങ്ങളാണ് ഈ ഘടം, പടം, തന്തു, മൃത്പിണ്ഡം, പരമാണു, ധൂമം, അഗ്നി, പർവ്വതം തുടങ്ങിയവ. എന്നാൽ ഈ വക ബുദ്ധിയുടെ കസർത്തുക്കൾ ഒന്നും അതിഘോരമായ സംസാരത്തിനെ തരണം ചെയ്യാനോ തടുക്കാനോ പരിഹാരമാവുന്നില്ല.
തർക്കശാസ്ത്ര വചസ്സുകൾ ഉച്ചരിച്ച് വെറുതെ കണ്ടക്ഷോഭം ചെയ്യാതെ, അല്ലയോ സദ്ബുദ്ധി, നീ ശംഭുവിൻ്റെ പാദപദ്മങ്ങളെ ഭജിച്ചാലും അങ്ങനെ പരമസൗഖ്യത്തെ പ്രാപിച്ചാലും എന്ന് ശങ്കരാചാര്യർ നമ്മളോട് പറയുന്നു. മംഗളശ്ലോകം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹി. ഓം ശാന്തി ശാന്തി ശാന്തി. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം തത്സത്. നന്ദി നമസ്കാരാः.